Hello, all. Welcome back to our 15th episode. I am Anisya Verghese. I'm a chief trainer, MT's Academy, and this is Abdul Samad. So, today we're going to be talking about a new topic, and I hope everybody is learning, everybody is practicing, everybody is doing the homework we give you. So, we hope you enjoying the classes. So, let's ask Samad what we're going to do today. അപ്പോൾ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് MTs 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിന്നൊരു പുതിയ ടോപ്പിക്കാണ്, പുതിയ ആശയമാണ്. എനിക്കുണ്ട്, അവർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ എങ്ങനെയാണ് പറയുക. അതോടൊപ്പം നമ്മൾ ചോദിക്കും, നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ? നിനക്ക് ടീച്ചിങ്ങിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര ബ്രദേഴ്സ് ഉണ്ട് നിനക്ക്? ഓക്കെ, നിനക്ക് എത്ര മക്കളുണ്ട്? ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഉണ്ട് എന്ന് പറയാൻ രണ്ട് ഓക്സിലറി വേർബ്സ് ആണ്, ഹാവ്, ഹാസ്. ഓക്കെ, ഹാവ് പ്ലൂരൽസിൻ്റെ കൂടെയാണ്, ഹാസ് സിംഗുലേഴ്സിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഹാവ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹാവ് ഉണ്ട്, ഐ, യു, ദേ, വി. ഈ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാവ് എന്നുള്ള ഓക്സിലറി വേർബ് ചേർക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. MT's അക്കാദമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് MT's അക്കാദമി. ഐ ഹാവ്, എനിക്കുണ്ട്. എനിക്കുണ്ട് എന്ന് എങ്ങനെ പറയാം? I have. I have. ഓക്കെ, അവർക്കുണ്ട്. They have. They have. ഞങ്ങൾക്കുണ്ട്. We have. We have. നിനക്കുണ്ട്. You have. You have. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മളെ ഫാമിലിനെ പറ്റിയിട്ടൊന്ന് പറയാം. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് ഫാദർ ഉണ്ട്. I have a father. I have a father. ഐ ഹാവ് എ ഫാദർ. ഐ ഹാവ് എ ഫാദർ. എനിക്ക് മദർ ഉണ്ട്. I have a mother. I have a mother. എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. I have two brothers. I have two brothers. എനിക്കൊരു അനിയത്തി ഉണ്ട്. I have a sister. I have a sister. ഓക്കെ, ഇനി വർക്കിനെ പറ്റി പറയാം. എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. I have duty today. I have work today. ഐ ഹാവ് ഡ്യൂട്ടി ടുഡേ. ഓക്കെ, എനിക്ക് ഈ ഫീൽഡിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. I have 5 years of experience in this field. I have 5 years of experience in this field. ഐ ഹാവ്, എനിക്കുണ്ട്, 5 years ഓഫ് എക്സ്പീരിയൻസ്, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്, ഈ ഫീൽഡിൽ. ഐ ഹാവ് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. എങ്ങനെ പറയാം? കമോൺ. യെസ്, എനിക്ക് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എങ്ങനെ പറയാം? I have 10 years of experience in teaching. I have 10 years of experience in teaching. എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. I have a lot of friends here. I have a lot of friends here. ഓക്കെ, എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. I have an invitation. I have an invitation. എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. I have an interview today. I have an interview today. എനിക്ക് ഇന്ന് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. I have a meeting in the office. I have a meeting in the office. എൻ്റെ അടുത്ത് കാറുണ്ട്. I have a car. I have a car. എനിക്ക് UAE ലൈസൻസ് ഉണ്ട്. I have a UAE license. I have a UAE license. എനിക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്. I have Gulf experience. I have Gulf experience. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് ഉണ്ട്. I am very confident in speaking English. I am very confident in speaking English. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഒന്ന് നോക്കാം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ്. ഐ ഹാവ്, എനിക്കുണ്ട്. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഈ ഡോണ്ട് വന്നെന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഐ ഹാവ് എന്നുള്ളത് ശരിക്ക് ഐ ഡു ഹാവ് എന്നാണ്. ഈ ഹാവിൻ്റെ ഉള്ളിൽ ഡു എന്നുള്ള ഓക്സിലറി വേർബ് മറിഞ്ഞു കിടക്കുന്നുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഐ ഡു ഹാവ് എന്ന് പറയാം. ഐ ഡു ഹാവ് എ കാർ, ഐ ഡു ഹാവ് 2 brothers, ഐ ഡു ഹാവ് വർക്ക് ടുഡേ എന്ന് പറയാം. പക്ഷെ അതൊരു ലാംഗ്വേജിൻ്റെ ഭംഗിക്ക് വേണ്ടി അത് സൈലൻ്റ് ആണ്. ഐ ഹാവ്, എനിക്കുണ്ട്. പക്ഷെ അത് നെഗറ്റീവ് സെൻറ്റൻസ് അതുപോലെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഹാവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് ഹാവ്. എന്താണ്? ഡു പ്ലസ് ഹാവ് ഈസ് ഈക്വൽ ടു ഹാവ്.
ഡു പ്ലസ് ഹാവ് ഈസ് ഈക്വൽ ടു ഹാവ്. ഇനി ഡസ് പ്ലസ് ഹാവ് ഹാസ്. എന്താണ്? ഡസ് പ്ലസ് ഹാവ് ഈസ് ഈക്വൽ ടു ഹാസ്. ഓക്കെ, ഡു പ്ലസ് ഹാവ്, ഡസ് പ്ലസ് ഹാവ് ഹാസ്. ഹാസ് നമ്മൾ കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ്, എനിക്കൊന്നും വർക്കില്ല കേട്ടോ. I don't have work today. I do not have work today. ഓക്കെ, ഐ ഡോണ്ട് ഹാവ്, ഐ ഡു നോട്ട് ഹാവ് എന്നുള്ളത് ഷോർട്ട് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് ഹാവ് വർക്ക് ടുഡേ. എനിക്കൊരു പ്രശ്നമില്ല. I don't have any problem. I do not have any problem. എനിക്കൊരു ക്വസ്റ്റ്യനും ഇല്ല ഞങ്ങളോട്. I do not have any questions. I don't have any questions. ഐ ഡോണ്ട് ഹാവ് എനി ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്കൊരു കമൻറ്റ്സ് ഇല്ല. I do not have any comments. I don't have any comments. എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. I don't have any complaints. I do not have any complaints. എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല കേട്ടോ. I do not have cash. I don't have cash. ഐ ഡോണ്ട് ഹാവ് ക്യാഷ്. ഐ ഡോണ്ട് ഹാവ് ക്യാഷ്. ഓക്കെ, എൻ്റെ അടുത്ത് ഒരു ചില്ലി ക്യാഷ് പോലും ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ സിംഗിൾ പെന്നി വിത്ത് മീ. ഐ ഡോണ്ട് ഹാവ് എനി സിംഗിൾ പെന്നി വിത്ത് മീ. ഒരു ചില്ലി കാശ് പോലും എൻ്റെ അടുത്ത് ഇല്ല എന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ് എനി സിംഗിൾ പെന്നി വിത്ത് മീ. ഐ ഡോണ്ട് ഹാവ് എനി സിംഗിൾ പെന്നി വിത്ത് മീ. എൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ല കേട്ടോ. I don't have change. I do not have change. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ചേഞ്ച് വിത്ത് മീ. ഓക്കെ, ദെൻ എനിക്ക് ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. I don't have any experience in teaching. I do not have any experience in teaching. മാർക്കറ്റിംഗിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. I don't have any experience in marketing. I do not have any experience in marketing. ആ ഏരിയയിൽ എനിക്ക് ഫ്രണ്ട്സുകളൊന്നും ഇല്ല കേട്ടോ. I don't have any friends in that area. I do not have any friends in that area. I don't have any friends in that area. I don't have any friends in that area. ഓക്കെ, എനിക്ക് ആ ഏരിയയിൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ല കേട്ടോ. I don't have any relatives in that area. I do not have any relatives in that area. ഓക്കെ, എനിക്കിന്ന് ക്ലാസ് ഇല്ല. I don't have class today. I do not have class today. എനിക്കിന്ന് ഫ്രീ ടൈം ഇല്ല കേട്ടോ. I don't have any free time today. I do not have any free time today. എനിക്കിന്ന് വേറെ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും ഇല്ല. I don't have any appointments today. I don't have any other appointments today. ഓക്കെ, സോ ഐ ഹാവ് എനിക്കുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല. എൻ്റെ അടുത്ത് കാറൊന്നും ഇല്ല കേട്ടോ. I don't have a car. I do not have a car. എൻ്റെ അടുത്ത് ലൈസൻസ് ഒന്നും ഇല്ല കേട്ടോ. I don't have any license. I don't have a license. എനിക്ക് കമ്പനിയിൽ ഓവർ ടൈം ഡ്യൂട്ടി ഒന്നും ഇല്ല കേട്ടോ. I don't have overtime at work. I do not have overtime at work. ഓക്കെ, ഐ ഹാവ്, ഐ ഡോണ്ട് ഹാവ്. ഐ ഹാവ് എനിക്കുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല. ഇനി നിങ്ങൾക്കുണ്ടോ, നിനക്കുണ്ടോ? ഡു യു ഹാവ്, ഡു യു ഹാവ് എങ്ങനെ പറയാം? ഒന്നുകൂടി പറഞ്ഞേ. യെസ്, ഡു യു ഹാവ്, ഡു യു ഹാവ്. ഓക്കെ, നിനക്ക് ബ്രദേഴ്സ് ഉണ്ടോ? Do you have any brothers? Do you have brothers? ഡു യു ഹാവ് ബ്രദേഴ്സ്? ഡു യു ഹാവ് ബ്രദേഴ്സ്? നിനക്ക് ചേച്ചിമാരൊക്കെ ഉണ്ടോ? Do you have any sisters? Do you have sisters? ഓക്കെ, രണ്ട് രൂപത്തിൽ ചോദിക്കുക. എനി ചോദിക്കുക, അല്ലെങ്കിൽ ഡു യു ഹാവ് സിസ്റ്റേഴ്സ്? Sisters. ഡു യു ഹാവ് സിസ്റ്റേഴ്സ്? ഓക്കെ, ദെൻ നിനക്ക് ഇന്ന് വർക്ക് ഉണ്ടോ? Do you have work today? Do you have work today? ഓക്കെ, നിനക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോന്ന്? Do you have any program today? Do you have any program today? നിൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടോ? Do you have any cash? Do you have cash? നിനക്ക് യു എ ലൈസൻസ് ഉണ്ടോ? Do you have a UAE license? Do you have a UAE license? ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടോ? Do you have a Gulf experience? Do you have a Gulf experience? ഓക്കെ, നിനക്ക് ഇന്ന് എന്തെങ്കിലും അർജൻറ്റ് വർക്ക് ഉണ്ടോ? Do you have any urgent work today? Do you have any urgent work today? ഓക്കെ, നിനക്കിന്ന് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? Do you have any program today? Do you have any program today? നിനക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടോ? Do you have an interview today? Do you have an interview today? ഓക്കെ, അപ്പോൾ ഡു യു ഹാവ് നിനക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ? യെസ്, ഐ ഹാവ്. സോറി, ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായോ? നമുക്കൊന്ന് ഒരുമിച്ച് ഇതൊന്ന് പറയാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ആൻസർ, നെഗറ്റീവ് ആൻസർ. ഓക്കെ, നിനക്ക് ബ്രദേഴ്സ് ഉണ്ടോ? Do you have brothers? Do you have brothers? യെസ്, എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്.
I have two brothers. I have two brothers. ഇല്ല, എനിക്ക് ബ്രദേഴ്സ് ഇല്ല. I don't have any brothers. I don't have brothers. ഓക്കെ, ദെൻ നിനക്ക് ഇന്ന് വർക്ക് ഉണ്ടോ? Do you have work today? Do you have work today? യെസ്, എനിക്കിന്ന് വർക്ക് ഉണ്ട്. Yes, I do have work today. Yes, I have work today. സോറി, ഐ ഡോണ്ട് ഹാവ് വർക്ക് ടുഡേ. I don't have work today. ഓക്കെ, നിനക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? Do you have any experience in this field? Do you have an experience in this field? യെസ്, ഐ ഹാവ് 5 years of experience in this field. I'm sorry, I don't have any experience in this field. നിനക്ക് ദുബായിൽ ബിസിനസ് ഉണ്ടോ? Do you have a business in Dubai? Do you have a business in Dubai? Yes, I have business in Dubai. I'm sorry, I don't have any business in Dubai. Okay, then നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? Do you have class today? Do you have class today? Yes, I have class today. Sorry, I don't have class today. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കില്ല, അവർക്കുണ്ട് അവർക്കില്ല. ഓക്കെ, ഓരോ ആശയത്തിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു പാറ്റേൺസ് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസാണ് MT's അക്കാഡമി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ എപ്പിസോഡ്സും നിങ്ങൾ മറക്കാതെ വാച്ച് ചെയ്യുക. ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, അതിപ്പോൾ കോഴ്സിനൊന്നും ചേരണ്ടല്ലോ, ഇഷ്ടം പോലെ വീഡിയോസ് വരുന്നില്ല, പറ നമുക്ക് വീഡിയോ കണ്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഡിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബുക്ക് സ്റ്റാളുകൾ അവൈലബിൾ അല്ലാഞ്ഞിട്ടാണോ നമുക്ക് ഡിഗ്രി എടുക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിൻ്റെ PG ബുക്സുകൾ അവൈലബിൾ അല്ലാഞ്ഞിട്ടാണോ? അല്ല. അതുപോലെ നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ട് കാര്യമില്ല. വീഡിയോസ്, ബുക്സൊക്കെ നമുക്കൊരു അവയർനെസ് നൽകുക, ഒരു സപ്പോർട്ട് നൽകുക, ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു എയ്ഡ് മാത്രമാണ്. ഓക്കെ, നമുക്കൊരു ലാംഗ്വേജ് ഒരിക്കലും ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയില്ല. അങ്ങനെ പഠിച്ച ആരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഗൾഫ് രാജ്യത്ത് അടിപൊളിയായിട്ട് അറബി സംസാരിക്കുന്ന ഒരുപാട് മലയാളികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരൊന്നും പുസ്തകം വായിച്ച് പഠിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ചതോ ഒന്നല്ല. അവിടെ സംസാരിക്കുന്ന ആളുകൾ കൂടെ നിന്നും നിരന്തരം പറഞ്ഞും കേട്ടും എക്സ്പീരിയൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ്. ഓക്കെ, ഭൂരിഭാഗം ആളുകൾക്കും ഇംഗ്ലീഷ് ഫുൾ ടൈം പറയാനും കേൾക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല. ജോലി സ്ഥലത്തോ താമസ സ്ഥലത്തോ ഫുൾ ടൈം ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ലഭിച്ചാൽ തന്നെ അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേറ്റ് സപ്പോർട്ടാണ് ലൈവ് ട്രെയിനിങ് സെഷൻസ്. ഓക്കെ, ഓൺലൈനായിട്ട് വാട്സപ്പിലൂടെ നിങ്ങളെ ഫ്രീ ടൈമിൽ മിനിമം 1 മണിക്കൂർ ഞങ്ങളെ ട്രെയിനേഴ്സിൻ്റെ കൂടെ, എക്സ്പേർട്ടായിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് സംസാരിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതിനുവേണ്ടി പേഴ്സണൽ ട്രെയിനർ ഉണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് വ്യക്തമായ മൊഡ്യൂൾസുകൾ ഉണ്ട്. ആ മൊഡ്യൂൾസുകൾ കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം ഒരു സപ്പോർട്ടിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു 4 months കൊണ്ട് അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുൻപത്തെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ അത്തരം ആഗ്രഹമുള്ള ആളുകളൊക്കെ ഇനി മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നീടാവട്ടെ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക, ലാംഗ്വേജ് അടിപൊളിയാക്കി എടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ. Thank you for watching. So until we meet next time, bye. MT's Academy.